ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഐതിഹ്യമാലയിലെ പറയവറ്റ പന്തരകുലത്തിൻ്റെ കഥയിലൊരു ഐതിഹ്യമുണ്ട്. അതായത് നമ്മുടെ വരരുചിക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും കുട്ടികളുണ്ടാകും. 12 മക്കളാണ് അവർക്കുണ്ടാകുന്നത്. ആ കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും വരരുചി ഈ ഭാര്യയോട് ചോദിക്കും, വായുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അപ്പോൾ ഉണ്ടെങ്കിൽ അവിടെ വഴിയിൽ ഉപേക്ഷിക്കാനാണ് വരരുചി പറയുന്നത്. അതായത് അതിൻ്റെ കാരണം, അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ വാകീറിയ തമ്പുരാനെ ഇരയും കൽപ്പിക്കുമെന്നാണ് ഈ വരരുചിയുടെ അഭിപ്രായം. അതായത് വായുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ, അതിനെ നമ്മൾ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വായില്ലാത്ത കുഞ്ഞാണെങ്കിൽ അതിന് നമ്മുടെ കെയർ വേണം. അങ്ങനെയാണ് ഒരു കുട്ടിയെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തിട്ട് അവർ അതിന് വായില്ല എന്ന് പറയുന്നതും, എന്നാൽ എടുത്തോളാൻ പറയുന്നത് അതാണ് വായില്ല കൊന്നിലപ്പൻ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഈ കഥ ഓർക്കാനൊരു കാരണമുണ്ട്. നമ്മുടെ വീണ തായ്ക്കണ്ടിക്ക് ഇപ്പം വായുണ്ടായതായിട്ട് നമ്മുടെ CPM-ലെ വലിയ നേതാക്കന്മാർക്കൊക്കെ ഇപ്പോഴാണ് ബോധ്യമായത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോവും, വീണയുടെ കേസ് വീണ തന്നെ നോക്കിക്കോളും, നമ്മളൊന്നും CPM അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, വീണ ഉണ്ടാക്കി വെച്ച അഴിമതി ആരോപണമാണല്ലോ, അത് വീണ തന്നെ നേരിട്ടോളും എന്നാണ് MV ഗോവിന്ദനും MA ബേബിയും AK ബാലനും എല്ലാവരും പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇത്. അത് വാകേറിയ തമ്പുരാൻ ഇരയും കൽപ്പിക്കും. അതായത് വാകേറിയ വീണ സ്വന്തമായിട്ട് വാദിച്ചോളും, അതിന് CPM-ൻ്റെ ആവശ്യമില്ല, നേതാക്കന്മാരുടെ ഒത്താശയുടെ ആവശ്യമില്ല. അതായത് പിണറായിയും മകളും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിണറായിയും മകളും തമ്മിൽ തന്നെ പരിഹാരം കൊണ്ടുള്ളൂവെന്നാണ് ഇപ്പോൾ പാർട്ടികൾ ഉരുത്തിരിഞ്ഞു വന്ന പുതിയൊരു ചിന്താവിഷയം. അതനുസരിച്ച് അവരൊക്കെ രംഗത്തൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ED വിളിച്ചിട്ട് മോള് ചെന്നില്ല. ഇതൊക്കെ അച്ഛനും മോളും കൂടെ ഉണ്ടാക്കുന്ന ഓരോരോ ഗൂഢതന്ത്രങ്ങളായിരിക്കും. അതിനകത്തൊന്നും നേതാക്കന്മാർ ഇടപെടുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ വീണയെ അറസ്റ്റ് ചെയ്താലും പഴയത് കണക്ക് ഗുണ്ടാപ്പടയുമായിട്ട് ഏറ്റുമുട്ടാനൊന്നും അവരൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് ഈ പറയവറ്റ പന്തരകുലം വായില്ല കൊന്നിലപ്പൻ, അതായത് വാകേറിയ തമ്പുരാൻ ഇലയും കൽപ്പിക്കും എന്ന ആ ഒരു തീം വെച്ചിട്ട് നമുക്കൊരു കാർട്ടൂൺ വരയ്ക്കാം. അതായത് വീണയ്ക്ക് വാകേറിയതായിട്ട് ഇവർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ്, നേതാക്കന്മാർക്ക്. അപ്പോൾ അവർ വീണയെ ഉപേക്ഷിച്ചിട്ട് നേതാക്കന്മാർ പോവുകയാണ്. ഇതാണ് ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. നമുക്ക് കാർട്ടൂണിലോട്ട് കിടക്കാം. കാർട്ടൂണിൻ്റെ റഫ് സ്കെച്ച് ഇതാണ്. ഈ അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ടെന്നൊരു പഴമയുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ വീണക്കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ആയാലും തക്ക സമയത്ത് ബുദ്ധിയൊക്കെ വന്നു കേട്ടോ. ഇവരുടെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ പോലീസോ കേന്ദ്ര ഏജൻസിയോ നിയമ സംവിധാനങ്ങൾ എന്തെങ്കിലും ആശ്രയം വന്ന ഉടനെ നെഞ്ചുവേദന, കുഴിനഖം, ആന ചേനെന്നും പറഞ്ഞ് ബോധം കെട്ടി വീഴുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ വീണക്കുഞ്ഞും നിരവധി അസുഖങ്ങളുമായിട്ട് കിടക്കുക. മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത നിരവധി രോഗങ്ങളാണ് ഈ പാവത്തിനെ അലട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു സ്വയം പ്രതിരോധശേഷി ഇവർക്ക് ദൈവം തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ പാർട്ടി വന്നാലും വന്നില്ലെങ്കിലും അവർ സാമധാന ഭേദദണ്ഡങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനായിട്ട് ഈ ഇരട്ടച്ചങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കണം. ഇരട്ടച്ചങ്ങനെ എല്ലാ തരികിട പരിപാടികളും അറിയാം. ഇപ്പം ലാവ്ലിൻ കേസ് തന്നെ എത്രയോ വർഷമായി നീട്ടിക്കൊണ്ട് പോകുന്നു, അതിൻ്റെയൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. അത് കണക്ക് ഈ നിയമത്തിൽ ഇതിനകത്തൊന്നും നമ്മുടെ ED-യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ട്യൂഷനൊന്നും എടുക്കണ്ട. അച്ഛൻ തന്നെ ഉണ്ട് എല്ലാ വിധത്തിലുള്ള ട്യൂഷനും കൊടുക്കാനായിട്ട്.